അങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലമായ ജനോവയിലെത്തിയിരിക്കുന്നു. ജനോവ സത്യം പറഞ്ഞ ഒരു സ്റ്റോപ്പാണ്. എന്നുവെച്ചാൽ നീസിൽ നിന്ന് ഡയറക്റ്റ് പിസിയിലോട്ട് വേണമെങ്കിൽ പോവാം. പക്ഷേ കറക്റ്റ് ബസ്സും ട്രെയിനൊന്നും കാണിക്കാത്ത കാരണം എനിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലം കൂടെ കാണണമെന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ജനോവ സെലക്ട് ചെയ്തത്. പക്ഷേ ജനോവയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ മനസ്സിലാക്കൽ വളരെ തെറ്റായിരിക്കും. കാണാൻ കുറേ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും റൂമിൽ നിന്ന് അടുത്തപ്പോൾ എന്നാൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ പാക്കലാം. ഇത് കാണാൻ കൊള്ളാം. ഇതാണ് നമ്മുടെ ക്ലൗഡിയ പറഞ്ഞ വേറൊരു സ്ഥലം കാണേണ്ടത്. ക്ലൗഡിയ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങോട്ട് തിരിയണമായിരുന്നല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ സോളോ ട്രിപ്പാവുന്നത്. കൊള്ളാം, എന്ത് പറഞ്ഞാലും കൊള്ളാം, നൈസ്, ഗുഡ്. ഇതല്ലാതെ വേറെ വാക്കൊന്നും തൻ്റെ വായിലേക്ക് വരത്തില്ലടോ ഇന്ന് പലരും എന്നോട് ചോദിച്ചുകൊണ്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയെ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇതും എനിക്കിഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഇത് കൊള്ളാം. ഇതാരും കാണണ്ട, ഞാൻ മാത്രം കണ്ടാൽ മതി. ആൾക്കാർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. രസമല്ലേ, അല്ലേ? നേരത്തെ അടയ്ക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ദേ കണ്ടോ, അതെന്താ അറിയില്ല. അതുകൊണ്ട് ആർക്കും ഈ വീഡിയോയിൽ നിന്ന് ആർക്കും ഹിസ്റ്ററിയും ഒന്നും മനസ്സിലാവില്ലെങ്കിലും കുറേ സ്ഥലം കാണാം, അല്ലേ? ഇവിടെ എന്താണ്? നമുക്ക് അങ്ങോട്ട് പോവാം. മാർച്ചിന് എന്തുകൊണ്ട് എന്നാ ബാ അകത്തേക്ക് കയറാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ക്ലൗഡിയ പറഞ്ഞൊരു സ്ഥലം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു ആലിവേ ആയിരുന്നു. അതാണ് നമുക്കൊന്നും മനസ്സിലായില്ല. അടുത്ത് നമ്മൾ പോകുന്നത് പോർട്ടോ ആൻറ്റിക്കോ. അവിടെ എന്ത് കിട്ടും നോക്കാം. ബർഗറിന് 6.2. കുഴപ്പമില്ല. ഈ സ്ഥലം നോക്കി വെച്ചേക്കാം. ഇവിടുന്ന് 500 മീറ്റർ പോവുകയാണെങ്കിൽ നേരെ ക്ലൗഡിയോ ഒരു കള്ളനാന്ന് തോന്നുന്നു. നല്ല സ്ഥലമൊന്നും പറഞ്ഞു തരുന്നില്ല. ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിൽ എല്ലാം സൂക്ഷിച്ച് വേണം നടക്കാൻ. എവിടെ നിന്നാ പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു അനുഭവസ്ഥനായതുകൊണ്ടാണെങ്കിൽ പറയാം. ആ കഥ ഞാൻ വേറൊരു ദിവസം പറഞ്ഞേക്കാം. അപ്പോൾ പോർട്ടോ ആൻറ്റിക്കോയിലേക്ക് നമുക്ക് പോകാം. എത്തിയിരിക്കുകയാണ് പോർട്ടോ ആൻറ്റിക്കോ. പോർട്ടാണ് ബേസിക്കലി. കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്തോടെ നടക്കാം, അല്ലേ? അപ്പം നിങ്ങൾക്കും കാണാനും നിങ്ങൾക്ക് കേട്ടല്ലോ. കാണാൻ കൊള്ളാം. ഇവിടെ ഫുഡിന് വില കുറവാണല്ലോ. കൊള്ളാം. Dracula street food. Churros.
ഇതൊക്കെ കഴിച്ചിട്ട് വയറിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ? ഇതേ ഇത് നമ്മുടെ പാനിപ്പൂരി അല്ലേ? ഇത് ഇന്ത്യൻ ഫുഡാട്ടോ. എവിടെ പോയാലും ഇന്ത്യക്കാരാണ്. ഞാൻ ഇതോട്ട് ഒരു സ്ഥലത്തോട്ട് ഇന്ത്യക്കാരെ കാണാൻ പറ്റില്ല. സ്മാഷ് ബർഗർ 10 € കുറച്ച് കൂടുതലല്ല ചേട്ടാ. ഓക്കെ, ഇതാണ് ജനവ പോർട്ട് എൻഡിക്കോ. കണ്ടോ കപ്പലുകൾ കിടക്കുന്നത് കാണുന്നുണ്ടോ? വെളിച്ചം കുറച്ച് കുറവല്ലേ? കാണാൻ പറ്റുന്നതൊക്കെ കണ്ടോ? എന്തായാലും ഞാൻ നേരിട്ട് കണ്ടു. ഓക്കെ, കൊള്ളാം. ഇത് ചന്ദ്രൻ ഉദിച്ചേക്കുന്നുണ്ടോ? കൊള്ളാം. അപ്പം നമുക്ക് തിരിച്ചടക്കാം. ഇവിടെ മറ്റേ വെയിൽ വാച്ചിങ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. കാരണം നാളെ രാവിലെ എണീറ്റ് നമ്മൾ പോവുകയാണ് തിരിച്ചങ്ങോട്ട് പിസയിലോട്ട്. തിരിച്ചല്ല, നേരെ പോവുകയാണ്. യെസ്, നമ്മൾ ആരും നടക്കാത്ത തെരുവോരങ്ങളിൽ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ബർഗർ കഴിച്ചു. വിശക്കുമായിരുന്നു, വേറെ എന്ത് ചെയ്യാനാ? എങ്ങനെയുണ്ട്? ആരും ഇല്ല കേട്ടോ. നമ്മുടെ ഹാരി പോട്ടറിലെ ചായക്കനാലിൽ കൂടെ നടക്കുന്നവരുണ്ടല്ലേ? യപ്പ്, കൊള്ളാം. വെറുതെ ആണോ അവർ? ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി കഴിഞ്ഞിരിക്കുന്നു. ടാറ്റ, ബൈ ബൈ. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. പോണ്ട ബാഗുമായിട്ട് വയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ ദിവസം. യെസ്, ഓക്കെ. നമുക്ക് 12:30-ക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറുണ്ട്. നമുക്ക് കത്തീഡ്രലും കൂടെ കണ്ടിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പുറപ്പെടാം. എങ്ങനെയുണ്ട് പ്ലാൻ? നല്ല പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് സ്ട്രൈറ്റ് ബസ് കിട്ടും. പക്ഷേ കത്തീഡ്രലും കൂടെ കാണാമെന്ന് വിചാരിച്ചു. ഈ ബാഗും ചുവന്നുകൊണ്ട് നടക്കണം. ഏകദേശം 1/2 മണിക്കൂർ നടക്കേണ്ടി വരും. ടൈം നോക്കിയില്ലെങ്കിൽ പണിയും കിട്ടും. സോ ഒരു മിനിമം ഒരു 12:30 ആകുമ്പോൾ പറയണം. 15 മിനിറ്റ് ഉണ്ട്. 7 മിനിറ്റ് കത്തീഡ്രൽ കാണാൻ, 8 മിനിറ്റ് ഉണ്ട് കത്തീഡ്രൽ കാണാം. എന്നിട്ട് നമുക്ക് സ്റ്റേഷനിലോട്ട് നടക്കാം. എങ്ങനെയുണ്ട് പ്ലാൻ? അടിപൊളി പ്ലാൻ. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുടെയും ആവശ്യം എനിക്കില്ല. ഞാൻ മാത്രം മതി. ജനവ കാണിച്ചു തരാം. കൊള്ളാം. ഇതൊരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ആണ് യൂറോപ്പിൽ തന്നെ. പിന്നെ അവിടെ പോയി അതെടുക്കാനൊന്നും വയ്യ. പോട്ടെ. സ്ഥലം നോക്കി. നല്ല കല്ലൊക്കെ വെച്ച് മെയ്യല്ലോ തറയിട്ട്. കണ്ടോ? എല്ലാം നമ്മളിങ്ങനൊരു ഇടുങ്ങിയ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് കൊള്ളാല്ലേ?
കത്തീഡ്രൽ നമ്മൾ ഇന്നലെ വന്നായിരുന്നു, പക്ഷേ അപ്പോൾ അടച്ചിട്ടേക്കുകയായിരുന്നു. രാത്രിയിലായിരുന്നു വന്നേ. എന്നാലും കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയേക്കാം അല്ലേ? തുറന്നിട്ടുണ്ടായാൽ മതിയായിരുന്നു. ഇതാണ് പള്ളി. ഒരു ഫോട്ടോ എടുക്കട്ടെ. കൊള്ളാം. മാർപ്പാപ്പയാണെന്ന് തോന്നുന്നു. കാണാൻ വരുന്നുണ്ട്. മാർപ്പാപ്പനല്ലായിരിക്കും കേട്ടോ. പക്ഷെ ഒന്നോർത്തവർ അവതാരണം പോലെ ആയിരിക്കില്ലേ? എല്ലാവരും സെയിം. ഓക്കെ, കാണാൻ ചെയ്യാനല്ലേ? യെസ്. ഈ വഴി അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ടൂർ ടീംസ് ആണെന്ന് തോന്നുന്നു. സോറി. Und das alles anschaust. മ്യൂസിയത്തിൽ പോകാൻ സമയമുണ്ട്, നോക്കല്ലേ? സമയമില്ല, വെറുതെ മിസ്സാക്കണ്ട. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കും, ഒന്ന് പ്രതീക്ഷിക്കാം. കുമ്പസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയവുമില്ല. ഇത്രയും പേരില്ലേ? ഈ വഴിയാണ് എക്സിറ്റ്. ആദ്യമായിട്ടാണ് ഒരു ചർച്ച ഫ്രീ ആയിട്ട് കൊടുക്കണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട്, നോക്കി വേണം കിടക്കാൻ. ഇനിയൊന്നും കിടക്കാൻ പാടില്ല. വണ്ടിയുണ്ടോ? വണ്ടിയില്ല. ജനം എന്നിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ പോലും എടുത്തില്ല, എല്ലാം കാൽനട യാത്രയായിരുന്നു. കൊള്ളാം. അങ്ങനെ ഇനി പിസയിലെത്തിയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.